ഹായ് ഫ്രണ്ട്സ്, ഇതാണ് ഇലോൺ മസ്ക്. 1971 ജൂൺ 28 ജനിച്ച 54 വയസ്സുള്ള 4 ഭാര്യമാരിൽ 14 കുട്ടികളുള്ള ദക്ഷിണാഫ്രിക്കയിൽ ജനിച്ച ഇലോൺ മസ്ക്. ചെറുപ്പം മുതലേ സാങ്കേതിക വിദ്യയിൽ താല്പര്യമുള്ള ഒരു കുട്ടിയായിരുന്നു ഇലോൺ മസ്ക്. 12ാം വയസ്സിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാം പഠിച്ചു അദ്ദേഹം. ആദ്യ വീഡിയോ ഗെയിം ഒരു സോഫ്റ്റ്വെയർ ഇറക്കി അദ്ദേഹം $500 വിൽപ്പന നടത്തി. പിന്നീട് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കാനഡയിലേക്ക് കുടിയേറിയതിന് ശേഷം അമേരിക്കയിലെ ഫിലാഡൽഫിയയിലുള്ള പെൻസിൽവാനിയ സർവകലാശാലയിൽ നിന്ന് ഫിസിക്സ് ബിസിനസ് ബിരുദം സ്വന്തമാക്കി. 1995 അമേരിക്കയിലെ കാലിഫോർണിയയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ PhDക്ക് ചേർന്നു. ഇൻ്റർനെറ്റ് വിപ്ലവത്തിൻ്റെ അനന്ത സാധ്യതകൾ അദ്ദേഹം തിരിച്ചറിഞ്ഞു. പഠനം ഉപേക്ഷിച്ചു. സഹോദരനുമായി ചേർന്ന് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ആരംഭിച്ചു. മസ്ക് Zip2 സോഫ്റ്റ്വെയർ കമ്പനിയാണ് തുടങ്ങിയത്. ഈ കമ്പനി 1997 $307 മില്യൺ വിറ്റു. പിന്നീട് X.com എന്ന ഓൺലൈൻ പേയ്മെൻറ്റ് കമ്പനി തുടങ്ങി. പിന്നീട് അത് ലയിച്ച് പോപ്പാൽ രൂപീകരിച്ചു. ഇത് 2022 $1.5 ബില്യൺ ഈ പേ ഏറ്റെടുത്തു. 2002 സ്ഥാപിച്ച സ്പേസ് എക്സ് ബഹിരാകാശ ഗതാഗത മേഖലയിൽ വിപ്ലവകരമായ മുന്നേറ്റം കാഴ്ചവെച്ചു. പുനരുപയോഗിക്കാവുന്ന റോക്കറ്റുകൾ വികസിപ്പിച്ചെടുക്കുന്നതിൽ സ്പേസ് എക്സ് വിജയിച്ചു. ഇതിലൂടെ ബഹിരാകാശ യാത്രയുടെ ചിലവ് വലിയ തോതിൽ കുറവ് വരുത്തി. ഫാൽക്കൺ 9 ഫാൽക്കൺ ഹെവി റോക്കറ്റുകൾ വിജയകരമായി വിക്ഷേപണം നടത്തി. 2012 ഡ്രാഗൺ എന്ന ബഹിരാകാശ പേടകം ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എത്തിച്ചു. ഇതിലൂടെ ഒരു സ്വകാര്യ കമ്പനി ഈ നേട്ടം കൈവരിച്ചു. ഇത് ആദ്യമായി ഒരു സ്വകാര്യ കമ്പനി സാധിച്ചു എന്ന റെക്കോർഡ് സ്വന്തമാക്കി. 2021 ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദ ഇയറായി മസ്കിനെ തിരഞ്ഞെടുത്തു. നാസയുമായി ഇതിലൂടെ വൻ കരാറുകൾ ഒപ്പിട്ടു. $2.6 ബില്യൺ കരാറ് ഇതിലൂടെ അദ്ദേഹത്തിന് കിട്ടി. മസ്കിൻ്റെ അടുത്ത ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ചൊവ്വാഗ്രഹത്തിലെ മനുഷ്യ കോളനി നിർമ്മിക്കുക എന്നത്. ഇതിനായി സ്റ്റാർഷിപ്പ് എന്ന പുതിയ ബഹിരാകാശ പേടകം ഇദ്ദേഹം വികസിപ്പിച്ചെടുത്തു. 2050 മനുഷ്യ കോളനി ചൊവ്വയിൽ സ്ഥാപിക്കുക എന്നതാണ് ലക്ഷ്യം. 2004 ടെസ്ല എന്ന കമ്പനിയിൽ വലിയ രീതിയിൽ നിക്ഷേപം നടത്തി. പിന്നീട് കമ്പനിയുടെ CEO ആയി മാറി. ഇതോടെ ടെസ്ല കാറുകൾ ധാരാളം പുതിയ മോഡലുകൾ വികസിപ്പിച്ചെടുത്തു. ഇലക്ട്രിക് കാറുകളുടെ ജനപ്രിയ കാറുകളാക്കി മാറ്റാൻ ടെസ്ല കമ്പനിക്ക് സാധിച്ചു. ടെസ്ലയുടെ ഓട്ടോ പൈലറ്റ് സംവിധാനം വാഹന സുരക്ഷാ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. ബാറ്ററി സാങ്കേതികവിദ്യയിലും കമ്പനി വലിയ മുന്നേറ്റങ്ങൾ നടത്തി. ഇവർ വികസിപ്പിച്ചെടുത്ത പവർ വാൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ബാറ്ററികൾ വീടുകളിലും വ്യവസായശാലകളിലും ധാരാളമായി ഉപയോഗിക്കുന്നു. ടെസ്ലയുടെ വിജയത്തിന് പിന്നിൽ നൂതനമായ സാങ്കേതികവിദ്യയുടെ വ്യവസായ മാതൃകയാണ്. കാർ ഡീലർമാരെ ഒഴിവാക്കി നേരിട്ട് ഉപഭോക്താക്കൾക്ക് വാഹനങ്ങൾ വിൽക്കുന്ന രീതി സ്വീകരിച്ചു. സോഫ്റ്റ്വെയറുകൾ അപ്ഡേറ്റുകളിലൂടെ പുതിയ സവിശേഷതകളും ഈ വാഹനങ്ങളിൽ ചേർത്തു. സ്പേസ് എക്സിൻ്റെ മറ്റൊരു മഹത്തായ പദ്ധതിയാണ് സ്റ്റാർലിങ്ക്. ഭൂമിയുടെ ചുറ്റുമുള്ള കുറഞ്ഞ ഭ്രമണപഥത്തിൽ ആയിരക്കണക്കിന് കുഞ്ഞൻ ഉപഗ്രഹങ്ങൾ നിക്ഷേപിച്ച് ലോകമെമ്പാടും വേഗതയേറിയ ഇൻ്റർനെറ്റ് സേവനം നൽകുക എന്നതാണ് ലക്ഷ്യം. അതിൽ വിജയിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തന്നെ ധാരാളം ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചു കഴിഞ്ഞു. 2022 റഷ്യ-ഉക്രൈൻ യുദ്ധത്തിൽ സ്റ്റാർലിങ്ക് നിർണായകമായ പങ്കുവഹിച്ചു കഴിഞ്ഞു. റഷ്യൻ ആക്രമണത്തിൽ യുക്രൈൻ്റെ ഇൻ്റർനെറ്റ് സേവനങ്ങൾ തകർന്നപ്പോൾ സ്റ്റാർലിങ്ക് ഉക്രൈനു വേണ്ടി ഇൻ്റർനെറ്റ് സേവനം നൽകി.
യാഥാർത്ഥ്യമായാൽ മനുഷ്യൻ്റെ ദീർഘദൂര യാത്രകൾ, അപകടരഹിതമായ യാത്രകൾ അത്ഭുതകരമായ വലിയ മുന്നേറ്റം കൊണ്ടുവരും. ഇപ്പോൾ ഇന്ത്യയിലും ഇതിൻ്റെ പരീക്ഷണം മദ്രാസ് IIT നടത്തുകയും വൻ വിജയമാകുകയും ചെയ്തു. ഇതിലൂടെ ഇന്ത്യ ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇലോൺ മസ്കിൻ്റെ ടെസ്ലയുടെ വളർച്ചയും അസാധാരണമാണ്. 2010 നടത്തിയ IPOയിൽ നിന്ന് $226 മില്യൺ സമാഹരിച്ചു. പിന്നീട് ഈ കമ്പനി 2021 $3 ട്രില്യൺ എന്ന മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കടന്ന ആദ്യ വാഹന നിർമ്മാതാക്കളായി എന്ന ബഹുമതി നേടി. വാർഷിക വരുമാനം 2020 $33.5 ബില്യൺ നിന്ന് 2021 $53.8 ബില്യൺ ഉയർന്നു. ടെസ്ലയുടെ വിജയത്തിന് ഇലോൺ മസ്കിൻ്റെ നൂതന നിക്ഷേപ തന്ത്രങ്ങൾ കാണാം. പ്രീമിയം സെഗ്മെൻറ്റിൽ തുടങ്ങി പിന്നീട് മാർക്കറ്റിൽ വൻ ചലനമുണ്ടാക്കാനും സാധിച്ചു. സ്പേസ് എക്സിൻ്റെ വിജയം പുനരുപയോഗിക്കാവുന്ന റോക്കറ്റ് സാങ്കേതിക വിദ്യയിലാണ്. ഫാൽക്കൺ 9 റോക്കറ്റിൻ്റെ ഒരു വിക്ഷേപണത്തിൻ്റെ ചെലവ് $62 മില്യൺ മാത്രമാണ്. ഇത് മറ്റ് കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ചെറുതുമാണ്. നാസയുമായുള്ള കരാറുകൾ, വാണിജ്യ ഉപയോഗ വിക്ഷേപണങ്ങൾ, സ്റ്റാർലിങ്ക് സേവനങ്ങൾ എന്നിവയിലൂടെയാണ് സ്പേസ് എക്സ് വരുമാനം നേടുന്നത്. ചിലവ് കുറഞ്ഞ റോക്കറ്റ് വിക്ഷേപണ പദ്ധതികൾ ഇന്ത്യക്ക് ഉണ്ടായിട്ടുപോലും ഇന്ത്യ ഒരിക്കൽ സ്പേസ് എക്സിൻ്റെ സേവനം തേടി ഒരു ഉപഗ്രഹം അയക്കുകയുണ്ടായി. 2021 കമ്പനിയുടെ മൂല്യം $100 ബില്യൺ ഉയർന്നു. സ്റ്റാർലിങ്കിൻ്റെ വ്യാവസായിക മാതൃക ആകർഷകമായി തോന്നും. ഉപഭോക്താക്കൾക്ക് മാസം വെറും $99 നിരക്കിൽ ഇൻ്റർനെറ്റ് സേവനം നൽകുന്നു. 2025 ആകുമ്പോഴേക്കും പ്രതിവർഷം $30 ബില്യൺ വരുമാനം ഉണ്ടാവുമെന്ന് ഇലോൺ മസ്ക് കണക്കാക്കുന്നു. സ്പേസ് എക്സിൽ തന്നെ റോക്കറ്റ് എഞ്ചിനുകളും മറ്റ് ഘടകങ്ങളും നിർമ്മിക്കുന്നതിനാൽ ചിലവ് കുറയ്ക്കാൻ സഹായിക്കുന്നു. ഉപഗ്രഹങ്ങളുടെ ഒന്നിൽ കൂടുതൽ ഉപഗ്രഹങ്ങൾ ഒരു റോക്കറ്റിൽ തന്നെ ഘടിപ്പിച്ച് വിടുന്ന വിദ്യ ചിലവ് കുറയ്ക്കുന്നതിന് മറ്റൊരു തന്ത്രമായി ആവിഷ്കരിച്ചിരിക്കുന്നു. ചൊവ്വയിലേക്ക് മനുഷ്യദൗത്യത്തിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളികൾ അദ്ദേഹം ഇങ്ങനെ പറയുന്നു. റേഡിയേഷൻ സംരക്ഷണം, ദീർഘകാല ബഹിരാകാശ യാത്രയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഭക്ഷണം, വെള്ളം, ഓക്സിജൻ എന്നിവയുടെ ഉൽപ്പാദനം, ചൊവ്വയുടെ കാലാവസ്ഥ വെല്ലുവിളികൾ ഇവയെല്ലാമാണ്. എന്നാൽ സ്റ്റാർഷിപ്പ് പേടകത്തിൽ വലിപ്പവും സാങ്കേതിക ശേഷിയും ഈ വെല്ലുവിളികളെ മറികടക്കാൻ സാധിക്കും എന്നാണ് ഇലോൺ മസ്ക് പറയുന്നത്. ചൊവ്വയിൽ നിന്ന് ഉള്ള വിഭവങ്ങൾ ഉപയോഗിച്ച് ഇന്ധനം അവിടെ നിർമ്മിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിർമ്മാണ സാമഗ്രികൾ ഉൽപ്പാദിപ്പിക്കാം തുടങ്ങിയ സാങ്കേതിക വിദ്യകളെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ചൊവ്വയിലെ കോളനി വൽക്കരണത്തിൻ്റെ സാമ്പത്തിക ചിലവുകൾ ദീർഘകാല നിക്ഷേപമായി മസ്ക് കാണുന്നു. ഭൂമിയിൽ ഉണ്ടാകാൻ പോകുന്ന വിഭവങ്ങളുടെ പരിമിതി, ബഹിരാകാശ ഖനനം ഭൂമിയിൽ ലാഭകരമാകും എന്നാണ് മസ്ക് കണക്കാക്കുന്നത്. വലിയ റിസ്കുകൾ ഏറ്റെടുക്കാൻ മസ്ക് തയ്യാറാകുന്നു എന്നുള്ളത് പ്രധാനമാണ്. പരാജയങ്ങളിൽ നിന്ന് പഠിച്ച് മുന്നോട്ട് പോകുന്ന മസ്കിൻ്റെ സമീപനം വളരെ പ്രശസ്തമായ സമീപനമാണ്. സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങൾ വാനനിരീക്ഷണത്തിന് മറ്റ് രാജ്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന കാര്യം ശക്തമാണ്. അതുപോലെ ലിഥിയം ബാറ്ററികളുടെ വലിയ തോതിലുള്ള ഉൽപ്പാദനവും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന ആശങ്കകൾ നിലനിൽക്കുന്നു. മസ്കിൻ്റെ കമ്പനികൾ ആരംഭത്തിൽ വലിയ നഷ്ടങ്ങൾ സഹിച്ച് സാങ്കേതിക പരിഷ്കരണങ്ങളിലൂടെ മുന്നോട്ടു പോകുന്നു. വിജയിച്ചു കഴിഞ്ഞാൽ കമ്പനി വ്യാവസായികമായ സമീപനത്തിലൂടെ വിപണനത്തിലെ മേൽക്കൈ നടത്തിയ ശേഷം മാർക്കറ്റിൽ നിന്ന് ലാഭം കൊയ്യുന്നു. സ്റ്റോക്ക് മാർക്കറ്റ്, സ്വകാര്യ നിക്ഷേപകർ, സർക്കാർ കരാറുകൾ എന്നിവയിൽ നിന്ന് മൂലധനം സമാഹരിക്കുന്നു. ഇലോൺ മസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള ന്യൂറാലിങ്ക് എന്ന കമ്പനി മസ്തിഷ്ക കമ്പ്യൂട്ടർ ഇൻ്റർലിങ്ക് വികസിപ്പിക്കുന്നു. പക്ഷാഘാതം ബാധിച്ചവർക്ക് സഹായകരമാകുന്ന സാങ്കേതികവിദ്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നാസ, പെൻറ്റഗൺ തുടങ്ങിയവയ്ക്കുള്ള സാങ്കേതികവിദ്യ കൈമാറ്റം മസ്കിൻ്റെ കമ്പനിയുടെ എടുത്തു പറയേണ്ട സവിശേഷതയാണ്. മസ്ക് ആഗോള തീവ്ര വലതുപക്ഷ ചിന്താഗതിക്കാരനും തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയ്ക്കുന്ന ആളുമാണ്. തൊഴിലാളി യൂണിയനുകളുടെ വിമർശകനുമാണ് അദ്ദേഹം.
ഇന്ന് മസ്കിൻ്റെ കമ്പനികൾ ടെസ്ല ഇൻകോർപ്പറേറ്റഡ്, സ്പേസ് എക്സ്, ബോറിംഗ് കമ്പനി, എക്സ് കോർപ്പ്, എക്സ് AI എന്നിവയുടെ സ്ഥാപകനും ന്യൂറാലിങ്ക്, ഓപ്പൺ AI, ട്വിറ്റർ, അദ്ദേഹം ഇപ്പോൾ പേര് മാറ്റി എക്സ് എന്ന പുതിയ പേരിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്നീ കമ്പനികളുടെ ഉടമസ്ഥൻ കൂടിയാണ് ഇദ്ദേഹം. ഇപ്പോൾ അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മുതിർന്ന ഉപദേഷ്ടാവും ലോകത്തിലെ ഏറ്റവും വലിയ ധനികനുമായ വ്യക്തിയാണ് ഇലോൺ മസ്ക്. 2025 ഫോർബ്സ് മാഗസിൻ്റെ കണക്കിൽ $353 ബില്യൺ ആസ്തിയുള്ള വ്യക്തിയാണ് ഇദ്ദേഹം എന്നാണ് അവർ കണക്കാക്കിയിരിക്കുന്നത്. 2016 സ്ഥാപിച്ച ദി ബോറിംഗ് എന്ന കമ്പനി നഗരങ്ങളുടെ അടിയിലൂടെ ഭൂമി തുരന്ന് തുരങ്കങ്ങളിലൂടെ ഗതാഗത സംവിധാനം സ്ഥാപിക്കാൻ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അമേരിക്കയിലെ ലാസ് വെഗാസിൽ ഈ പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ വിജയീകരിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്തു. 2013 മസ്ക് ഹൈപ്പർലൂപ്പ് എന്ന ഈ പദ്ധതി അവതരിപ്പിച്ചപ്പോൾ ഇത് ലോകം മുഴുവനും ഗതാഗത മേഖലയിൽ ശാസ്ത്രജ്ഞരുടെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. വായുരഹിത ട്യൂബുകളിലൂടെ മണിക്കൂറിൽ 1200 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ സംവിധാനം